നമസ്കാരം. ആരോഗ്യ വിചാരത്തിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഡോക്ടർ ലക്ഷ്മി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലരിലും ഉള്ള ഒരു സംശയമാണ്. ഞാനിപ്പോൾ റെഡ് മീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി, ലൈക്ക് ബീഫ്, മട്ടൺ, പോർക്ക്, അതുപോലെ താറാവിൻ്റെയൊക്കെ ഇറച്ചി, ഇതെല്ലാം ഞാൻ ഒഴിവാക്കി. പിന്നെ ഞാൻ കടല, പയറൊന്നും കഴിക്കുന്നില്ല. മദ്യപാനം ഒഴിവാക്കി. ഷെൽഡ് ഫിഷ് ലൈക്ക് കൊഞ്ച്, കണവ, കക്ക, ചിപ്പി ഒക്കെ ഒഴിവാക്കി. പിന്നെ എന്താ പറയുക, ചാള പോലും കഴിക്കുന്നില്ല. എന്നിരുന്നാലും ബ്ലഡിൽ യൂറിക് ആസിഡിൻ്റെ അളവ് താരുന്നില്ല, കുറച്ച് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു. എന്തായിരിക്കും ഇതിനുള്ള കാര്യം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളവർ ഈ പറയുന്ന ചെറിയ ചില കാര്യങ്ങൾ മാത്രം ഒഴിവാക്കിയാൽ മതി. പ്രധാനമായി ശ്രദ്ധിക്കേണ്ടുന്നത് ഈ നമ്മൾ വെള്ളയരി, അതുപോലെ കൂടുതൽ നമ്മൾ ഷുഗർ ഇട്ട് കഴിക്കുന്ന ജ്യൂസ്, അത് ആ ഫ്രക്ടോസ് ലെവൽ കൂടിയ ജ്യൂസുകൾ, ഇതെല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബർലെസ് കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ ഫൈബർലെസ് കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഇൻടേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കിഡ്നി യൂറിക് ആസിഡിനെ പ്രോസസ്സ് ചെയ്യുന്നതിൽ വീക്കായി പോകും. അപ്പോൾ അതായത് അത് ബ്ലഡിൽ റീറ്റെയിൻ ചെയ്യും, നമുക്ക് എലിമിനേഷനിൽ വേസ്റ്റ് പ്രോഡക്ട്സ് പോകത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് യൂറിക് ആസിഡിൻ്റെ അളവ് രക്തത്തിൽ കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെയുള്ള മറ്റൊരു കാര്യമാണ് ഇലക്കറികൾ അമിതമായിട്ട് കഴിക്കുന്നത്. ഇലക്കറികൾ ഈ യൂറിക് ആസിഡിനെ സംബന്ധിച്ചിടത്തോളം അമിതമായി കഴിക്കുന്നത് നല്ലതല്ല. അത് നമ്മുടെ ബ്ലഡിൽ യൂറിക് ആസിഡിൻ്റെ അളവ് റീറ്റെയിൻ ചെയ്യുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഗ്ലൂട്ടൻ അലർജി ഉള്ള ആൾക്കാർ. ഗ്ലൂട്ടൻ അലർജി എന്ന് പറയുമ്പോൾ ചില ആൾക്കാരിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഗോതമ്പ് കഴിക്കുന്നതോ അതല്ലെങ്കിൽ ഓട്സോ ഒക്കെ കഴിക്കുമ്പോൾ അവർക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷനൊക്കെ വന്നിട്ട് വയറുവേദന, ഗ്യാസ് ട്രബിളൊക്കെ വരുന്നുണ്ട്. അവർക്കതൊരു റെസിസ്റ്റൻസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഗ്ലൂട്ടൻ റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഉള്ളവരിലും യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം ഭക്ഷണങ്ങൾ ഇങ്ങനെയുള്ളവരങ്ങ് ഒഴിവാക്കിയാൽ മതി സിംപിളി. പിന്നെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവരിൽ. അവർക്ക് ഈ പ്രോപ്പറായിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇൻസുലിൻ്റെ അളവും ബ്ലഡിനകത്ത് കൂടുതലായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ കിഡ്നിക്ക് യൂറിക് ആസിഡിനെ പുറന്തള്ളുന്നതിൽ ഒരു പരാജയം സംഭവിക്കുമെന്ന് വെച്ചാൽ നല്ലതുപോലെ നമുക്ക് ഇത്തരം ഡെപ്പോസിറ്റ്സിനെ പുറത്ത് പോകാൻ ഉള്ള ഒരു സാഹചര്യം കുറയും. അപ്പോൾ എന്ത് പറ്റും, യൂറിക് ആസിഡ് പോലെയുള്ള ഡെപ്പോസിറ്റ്സ് ബ്ലഡിനകത്ത് കൂടും. പിന്നെ പ്രീ ഡയബറ്റിക് ആയവരുടെ അവസ്ഥയും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. അവരിലും ഇത് കൂടുന്നതായിട്ട് അതിനുവേണ്ടി നമ്മൾ ഈ ഡയബറ്റിക് ആവാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ എക്സസൈസ് ഇല്ലാത്തവരിൽ, അമിതവണ്ണമുള്ളവരിൽ പലപ്പോഴും യൂറിക് ആസിഡ് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. അതുമൊക്കെ ഈ ഒരു സെയിം അവസ്ഥകളിൽ കൂടെ പോകുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല സ്ട്രെസ് ഉള്ളവരിൽ, അതുപോലെ ആങ്സൈറ്റി ഉള്ളവരിൽ ഒക്കെ നമുക്ക് എപ്പോഴും വർക്ക് പ്രഷറൊക്കെ ഉള്ളവരിൽ ഈ യൂറിക് ആസിഡ് ബ്ലഡിൽ കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഈസ്റ്റ് ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഈ വെള്ളയപ്പം പോലെയൊക്കെ ഉള്ളത് ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഈസ്റ്റൊക്കെ കൂടുതലായിട്ട് ഇടാറുണ്ട്. അതുപോലെ ബേക്കറിയിൽ നിന്നും പലപ്പോഴും നമ്മൾ ഈ ഈസ്റ്റ് അമിതമായി യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് അങ്ങനെയുള്ളവരിലും ഇത് യൂറിക് ആസിഡ് ബ്ലഡിൽ കുറയാതെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബേക്ക്ഡ് പ്രോഡക്ട്സ് അമിതമായിട്ട് ഉപയോഗിക്കുന്നവരിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ബേക്ക്ഡ് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ കൂടുതലും നമുക്കറിയാം, നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നത് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോഴും ഈ ബേക്കിംഗ് ചെയ്യുന്ന പ്രോഡക്ട്സ് കൂടുതൽ ചിലർക്ക് അതായിരിക്കും ഇഷ്ടം. അപ്പോൾ നമ്മൾ മറ്റു കാര്യങ്ങൾ റെഡ് മീറ്റ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ടും ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് ബ്ലഡിൽ കുറയാതെ തന്നെ നിൽക്കും. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ചെറിയ ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂറിക് ആസിഡ് ബ്ലഡിൽ കൂടുന്നത് ഒഴിവാക്കാൻ പറ്റും. ഓഫ് കോഴ്സ് നമ്മൾ റെഡ് മീറ്റും ഷെൽഡ് ഫിഷും മദ്യപാനവും അതുപോലെ കടല, പയർ ഇങ്ങനെയുള്ളതൊക്കെ അമിതമായി കഴിക്കുന്നതും ഒക്കെ കുറയ്ക്കുന്നത് നല്ലത് തന്നെയാണ്. കടല, പയറൊക്കെ നമുക്ക് ഒരു പരിധി വരെ കഴിക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ അമിതമായി ഉപയോഗിക്കുമ്പോഴാണ് ചിലരിൽ ഈ യൂറിക് ആസിഡ് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, പ്രോട്ടീൻ എക്സസ് എന്നുള്ള രീതിയിൽ. പിന്നെ അതുപോലെ തന്നെയാണ് ഈ ചാളയുടെ സ്കിൻ ഇലാസ്റ്റിസിറ്റി യൂറിക് ആസിഡ് ഉണ്ട്. സോ അതും നമ്മൾ ഉപയോഗിക്കുന്ന നിർത്തുക തന്നെയാണ് യൂറിക് ആസിഡ് കൂടുതലുള്ളവർ ചെയ്യേണ്ടത്. പക്ഷേ ഇതൊക്കെ നിർത്തിയാലും ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെയും യൂറിക് ആസിഡ് ബ്ലഡിൽ റീറ്റെയിൻഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. യൂറിക് ആസിഡിനെ നമുക്ക് ബ്ലഡിൽ നിന്ന് ഒഴിവാക്കാം. അതുകൊണ്ട് നമുക്ക് ഗൗട്ടി ആർത്രൈറ്റിസ് പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യാം. ഇത് ഡെപ്പോസിറ്റ് ചെയ്യും, ജോയിൻസിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമുക്ക് പെയിൻഫുൾ ജോയിൻസ്, ഒരു ഗൗട്ടി ആർത്രൈറ്റിസ് എന്നുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അപകടാവസ്ഥ മനസ്സിലാക്കി ആ ഒരു ടെൻഡൻസി ഉള്ളവർ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഒന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.